അപ്പോൾ ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത് ദുന്യവിയായിട്ടുള്ള നമ്മുടെ ധാരാളം ഞെരുക്കങ്ങൾക്ക് തുറവി നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ വിശാലത നൽകുന്ന ഒരു കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്വിശ്വാസികളെ, നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് സംഭവിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മിൽ സംഭവിച്ചു പോകുന്ന വീഴ്ചകളും തെറ്റുകളും പാപങ്ങളുമെല്ലാം പുറത്തു നൽകണം എന്ന് അള്ളാഹുവിനോട് തേടുന്ന, ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകേണ്ട, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ എല്ലാ സമയത്തും മുറുകെ പിടിക്കേണ്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ. കാരണം നമുക്ക് സംഭവിക്കുന്ന പാപങ്ങളും അബദ്ധങ്ങളും ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൊണ്ട് പറ്റുന്ന പാപങ്ങളുണ്ടാവും. നമുക്കൊരു കാര്യം അറിയാം, ഇത് തെറ്റാണ്, ഇത് പാപമാണ്, നമുക്ക് അറിയുന്നുണ്ടാവും. എന്നാലും ചിലപ്പോഴൊക്കെ ചില ഇച്ഛകളുടെ ആധിക്യത്താൽ നമ്മളതിൽ വീണുപോകും. എന്നാൽ അതിനേക്കാൾ കൂടുതലായിരിക്കും നമുക്കറിയാതെ സംഭവിക്കുന്ന പാപങ്ങൾ. നമ്മൾ പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു പ്രവർത്തനം, അത് മറ്റുള്ളവർക്ക് എത്രത്തോളം വിഷമമുണ്ടായിട്ടുണ്ടാകുമെന്നോ, അത് ഗീബത്തായിട്ടുണ്ടോ നമീമത്തായിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. അതിനറിയാതെ ചെയ്യുന്ന പാപങ്ങൾ ധാരാളം സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളെക്കാൾ അറിയാതെ സംഭവിച്ചതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഓർമ്മയുള്ളതിനേക്കാൾ അധികവും നമുക്ക് മറന്നുപോയ പാപങ്ങളുമായിരിക്കും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ നാം എപ്പോഴും തുടർത്തേണ്ടതും അതിന്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കേണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം നഫ്സിനോട്, സ്വന്തത്തോട് ഇസ്റാഫ് കാണിച്ച, പരിധി ലംഘിച്ചുകൊണ്ട് പാപങ്ങളും മറ്റും ചെയ്ത എന്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് നിരാശയുണ്ടാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നവനാണ്. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും, അതെത്ര ആധിക്യത്തിൽ ചെയ്താലും അതെല്ലാം പുറത്തു നൽകുന്നവനാണ് അല്ലാഹു തആല. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു തആല ഗഫൂറാണ്, റഹീമാണ്. നമ്മുടെ ഇരു ലോകത്തിന്റെയും വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. പരലോകത്തുള്ള വിജയം മാത്രമല്ല, ദുനിയാവിയായ നന്മകളും ഖൈറുകളും നേടുന്നതിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂഹിൽ പറഞ്ഞു, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ എന്റെ ഖൗമിനോട് ആവശ്യപ്പെട്ടു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യേ, നിങ്ങളുടെ പാപങ്ങൾക്ക് പാപമോചനം തേടൂ. ഇന്നഹു കാന ഗഫാറ, അവൻ അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടിയാൽ നിങ്ങൾക്ക് ധാരാളമായി അല്ലാഹു തആല മഴ വർഷിച്ചു തരുന്നതാണ്. വയുംദിദ്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളുമെല്ലാം നൽകി നിങ്ങളെ പിന്താങ്ങുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളുമെല്ലാം ഈ ലോകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ വിഭവങ്ങൾ, റിസ്ഖ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ഖൗമിനോട് പറയാണ്. ഇത് ഇസ്തിഗ്ഫാറിന്റെ നേട്ടമായിട്ടാണ് ഉലമാക്കൾ എണ്ണാറുള്ളത്.
ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്നത് ഇതുപോലെയുള്ള ദുന്യവിയായ ഭൗതികമായ നേട്ടങ്ങൾക്കും കാരണമാണ്. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കൽ ഒരാൾ വന്ന് പരാതിപ്പെട്ടു, മഴയില്ലാത്തതിനെ കുറിച്ച് പരാതിപ്പെട്ടു, അതിന്റെ വിഷമം പറഞ്ഞു. അപ്പോ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, ഇസ്തഗ്ഫിറില്ലാഹ്, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക എന്ന് പറഞ്ഞു. നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. വേറൊരാൾ വന്നിട്ട് ദാരിദ്ര്യത്തെ തൊട്ട് വിഷമം പറഞ്ഞു, അയാളോടും പറഞ്ഞു നീ ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക എന്ന് പറഞ്ഞു. മറ്റൊരാള് വരൾച്ചയെ തൊട്ട് എന്റെ തോട്ടത്തിൽ കൃഷി ഉണ്ടാകുന്നില്ല, അതുപോലെയുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോഴും ഹസനുൽ ബസ്രി റഹിമഹുള്ള അയാളോടും പറഞ്ഞു നീ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. അടുത്തൊരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് സന്താനങ്ങളില്ല, മക്കളില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഒരു വിഷമം പറഞ്ഞു. അയാളോടും ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു നീ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ആളുകൾ ചോദിച്ചു, എന്താണ് എല്ലാ ആളുകളോടും ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? പല വ്യത്യസ്തമായിട്ടുള്ള വിഷമങ്ങളും പരാതികളും സങ്കടങ്ങളുമാണ് അവരൊക്കെ വന്ന് പറഞ്ഞത്. പക്ഷെ അവരോടൊക്കെ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടാനാണല്ലോ, ഒരു മറുപടിയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഓതിയ സൂറത്ത് നൂഹിലെ ആയത്തുകൾ ഹസനുൽ ബസ്രി റഹിമഹുള്ള പാരായണം ചെയ്തു കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത് ദുന്യവിയായിട്ടുള്ള നമ്മുടെ ധാരാളം ഞെരുക്കങ്ങൾക്ക് തുറവി നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ വിശാലത നൽകുന്ന ഒരു കാര്യമാണ്. ഇനി പരലോകത്തെ കാര്യം എടുക്കുകയാണെങ്കിലോ, ഒരൊറ്റ ഹദീസ് തന്നെ മനസ്സിലാക്കിയാൽ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ നാവ് അതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിൽ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരുടെ ഏടിലാണോ ഇസ്തിഗ്ഫാർ ധാരാളമായി കാണുന്നത്, നാളെ പരലോകത്ത് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ അതെല്ലാം, നമ്മുടെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഏടുകൾ നമ്മുടെ കയ്യിൽ നൽകപ്പെടും. ആ ഏടുകളിൽ ആരുടെ ഏടിലാണോ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ടുള്ളത്, ധാരാളമായി അള്ളാഹിനോട് പാപമോചനം തേടിയ ഇസ്തിഗ്ഫാർ ഉള്ളത്, അവന് തൂബ എന്ന് പറഞ്ഞാൽ ആശംസ, സന്തോഷ വാർത്ത, അതല്ല സ്വർഗത്തിലൊരു വൃക്ഷം, സ്വർഗം എന്ന ആശയത്തിലൊക്കെ വിശദീകരിച്ചത് കാണാം. അത്രയും മഹത്തായ സ്ഥാനമുണ്ട് ധാരാളമായി ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്തിഗ്ഫാറാണ്. ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ അസ്ബാബുൽ മഗ്ഫിറ, പാപം പുറത്തു കിട്ടാനുള്ള കാരണങ്ങൾ 3 എണ്ണി പറഞ്ഞത് കാണാം. പ്രധാനമായും ഒരു മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണം 3 ഒന്ന്, ആ ഹദീസ് ഇതാണ്, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇബ്ന ആദം, ഏ മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. നീ എന്നിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ മനുഷ്യ, നീ എന്ത് ചെയ്തോ അതെനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. നീ എന്ത് ചെയ്തോ അതെനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. പ്രതീക്ഷ വെച്ച്, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ദുആ ചെയ്താൽ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ഇബ്ന ആദം, മനുഷ്യ, ലൗ ബലഗത ദുനൂബുക അനാന അസ്സമാഇ ثم استغفرتني غفرت لك ولا أبالي. നീ ആകാശത്തോളം പാപങ്ങൾ നിന്റെ പാപങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും നീ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു നൽകും, എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. മൂന്നാമത്തേത് പറഞ്ഞു, ഇബ്ന ആദം, മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ. നീ ഈ ഭൂമി മുഴുവൻ പാപവുമായിട്ട് നീ എന്നെ കണ്ടുമുട്ടുകയാണ്, നീ എന്റെ അടുക്കൽ വരികയാണ്. ثم لقيتني لا تشرك بي شيئا. പിന്നെ എന്നെ നീ കാണുന്നത് എന്നെ ഒന്നിലും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ് നീ കണ്ടുമുട്ടുന്നത് എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. നീ എത്രത്തോളം പാപം ചെയ്തുവോ അത്രത്തോളം മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിന്റെ അടുക്കൽ എത്തുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മൂന്നാമത്തെ തൗഹീദാണ്. ഈ 3 കാരണങ്ങൾ പാപം പുറത്തു കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, റജാഓടുകൂടി അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിൽ ദൃഢമായ പ്രതീക്ഷയിൽ. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കുക. മൂന്നാമത്തേത് തൗഹീദ് സാക്ഷാത്കരിക്കുക. ഇതിൽ രണ്ടാമത്തെ വിഷയം ഇസ്തിഗ്ഫാറാണ് നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം. ഇനി ചില ആളുകൾക്ക് ഒരു ധാരണ കാണാം, ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാൻ മാത്രം പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് അറിയുന്നുണ്ടാകില്ല അയാൾ ചെയ്യുന്ന പാപങ്ങൾ എന്താണ് എന്നത്. യഥാർത്ഥത്തിൽ പാപം ചെയ്യുന്നവർക്ക് മാത്രമുള്ള കാര്യമല്ല ഇസ്തിഗ്ഫാർ.
അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക്, വല്ലാഹി ഇന്നി ലസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്തറ മിൻ 70 മറത്തൻ. ഒരു ദിവസം ഞാൻ 70 തവണയിൽ കൂടുതലായിക്കൊണ്ട് അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെല്ലാറുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹാബികൾ അതിനേക്കാൾ ഗൗരവത്തിൽ, അതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാറിന് ശ്രദ്ധ കൊടുത്തിരുന്നു എന്നറിയിക്കുന്ന ഒരു വാക്കാണ് സഹാബികൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം പറയാണ്, കുന്നാ നഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദി 100 മറ. ഞങ്ങൾ ഒരു സദസ്സിൽ ഇരുന്ന് പിരിയുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന് 100 തവണയോളം പറയുന്നത് ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു എന്ന് സ്വഹാബികൾ പറയാ. അപ്പൊ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം മുറുകെ പിടിച്ചിരുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നുള്ളത്, ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, എന്ത് നാശം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷ നേടാനുള്ള നമുക്കുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസർ കാണാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. അവന്റെ രക്ഷ അവന്റെ കയ്യിലുണ്ട്, എന്നിട്ടും അവൻ നശിച്ചു പോകുന്നു. അവന്റെ കാര്യം അത്ഭുതമാണ്. അപ്പൊ എന്താണ് അവന്റെ രക്ഷ എന്ന് ചോദിച്ചപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഇസ്തിഗ്ഫാറാണ്. അവന്റെ കയ്യിൽ ഇസ്തിഗ്ഫാർ ഉണ്ട്, എന്നിട്ടും അവൻ നാശത്തിലേക്ക് വീണു പോവുകയാണെങ്കിൽ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അടിമകൾ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്, അടിമകൾക്ക് പുറത്തു നൽകുക എന്നുള്ളത്, അല്ലാഹു തആലയിലേക്ക് അടിമ മടങ്ങി വരിക എന്നുള്ളത്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ് സ്വഹീഹ് മുസ്ലിമിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനാണേ സത്യം, അഥവാ അല്ലാഹുവാണേ സത്യം. ലൗ ലം തുദ്നിബു, നിങ്ങൾ പാപം ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ, നിങ്ങൾ ഒരു പാപം ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ, ലവഹബ അല്ലാഹു ബിക്കും, അല്ലാഹു നിങ്ങളെ അങ്ങോട്ട് ഒഴിവാക്കും. വലജാഅ ബിഖൗമിൻ യുദ്നിബൂന ഫയസ്തഗ്ഫിറൂന അല്ലാഹ്, അല്ലാഹു ഒരു ഖൗമിനെ കൊണ്ടുവരും, പാപങ്ങൾ സംഭവിക്കുന്നവരായിരിക്കും, പക്ഷെ അവർ പാപങ്ങൾ തുടരുന്നവരല്ല, ആ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവരായിരിക്കും. ഫയഗ്ഫിറു ലഹും, അങ്ങനെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. ഇത് പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസല്ല, പക്ഷേ ഇസ്തിഗ്ഫാറിനെ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അടിമകളിൽ നിന്ന് എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിനെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നറിയിക്കുന്ന ഹദീസാണത്. അപ്പൊ നോക്കൂ, അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചെയ്യുകയും അതുപോലെ തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്ന അടിമകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ആ പാപം പുറത്തു കൊടുക്കാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളാണ് ഗഫൂർ, ഗഫാർ, ഗാഫിർ എന്നീ നാമങ്ങൾ, തവ്വാബ് അതുപോലെയുള്ള നാമങ്ങൾ. ഈ നാമങ്ങൾ ഒരാൾക്ക് ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ നാമങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അവൻ ഇസ്തിഗ്ഫാർ ചെയ്തിരിക്കണം. അവൻ പാപം ചെയ്തോ ഇല്ലയോ എന്നല്ല, അവൻ പാപമോചനവും തൗബയും ചെയ്തിരിക്കണം. എന്നാലാണ് ഈ നാമങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തആല പറഞ്ഞ എന്താ, ലില്ലാഹി വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട്, നിങ്ങൾ ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. അപ്പൊ ഈ നാമങ്ങൾ ഗഫൂർ, ഗഫാർ അതുപോലെയുള്ള ഈ നാമങ്ങൾ അതിനെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഒരിക്കൽ ചില സലഫുകളോട് ചില ആളുകൾ ഒന്ന് ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു തരണം, എനിക്കത് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു, എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഒരടിമ തൗബ ചെയ്തു വരലാണ്, തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുലേക്ക് അടുക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോ ഒരു പാപം സംഭവിച്ച് തൗബ ചെയ്ത് വരണം. അപ്പൊ അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, പാപം ചെയ്യേണ്ടി വരും. അത് മനുഷ്യനോട് അത് ചെയ്യാനും പാടില്ല. അപ്പോ അത് സാധിക്കില്ല എന്ന നിലക്ക് പറഞ്ഞു. അതായത് തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും മഹത്വം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഈ നാമങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ധാരാളമായി ചെയ്യണം. ഇപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ,
ഇന്ന ലില്ലാഹി 99 ഇസ്മ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ആരാണോ ഇഹ്സാ ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എന്താണ് ഇഹ്സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇഹ്സാ എന്ന് പറഞ്ഞാൽ വെറുതെ കാണാതെ പഠിച്ചാൽ മതിയോ? അല്ല. 3 കാര്യങ്ങളാണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്നാമത്തേത് ഹിഫ്ദുഹ, അള്ളാഹുവിന്റെ നാമങ്ങൾ കാണാതെ പഠിക്കണം. ഇന്നത് അള്ളാഹുവിന്റെ നാമമാണ് എന്ന് കാണാതെ പഠിക്കണം. രണ്ടാമത്തേത് അതിന്റെ ആശയം മനസ്സിലാക്കണം, അതിന്റെ അർത്ഥം, അതിന്റെ ആ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തവ്വാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഖഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജബ്ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ നാമത്തിന്റെയും അർത്ഥം അറിയണം. മൂന്നാമത്തേത് ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അതിനനുസൃതമായ അമലുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പൊ അള്ളാഹുവിനോട് ഗഫാർ, ഗഫൂർ എന്നുള്ള നാമങ്ങൾ കൊണ്ട് തേടണമെങ്കിൽ റബ്ബി ഗഫിർലി എന്ന് തേടുമ്പോൾ അള്ളാഹുവിന്റെ ഈ നാമത്തെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അള്ളാഹു പാപം പൊറുക്കുന്നവനാണ് എന്നുള്ള ആശയത്തെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അപ്പൊ ആ ഇസ്തിഗ്ഫാർ തേടുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് അനുസൃതമായി അമല് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, ചില ആളുകൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ ആ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞതിന് വീണ്ടും അസ്തഗ്ഫിറുല്ലാ പറയേണ്ട അവസ്ഥയാണ്. ചില ആളുകൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും, പക്ഷെ അവൻ പറഞ്ഞ അസ്തഗ്ഫിറുല്ലക്ക് വീണ്ടും അസ്തഗ്ഫിറുല്ലാ പറയേണ്ടി വരും. കാരണം ആ അസ്തഗ്ഫിറുല്ലാ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതിനോട് യാതൊരു സിദ്ഖും കാണിക്കാതെ ഏതൊരു തിന്മയാണോ അവൻ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞത് അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ അവൻ അസ്തഗ്ഫിറുല്ലാ പറയും. ഒരു തിന്മ അവൻ ഒഴിവാക്കാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ആ തിന്മയെ കുറിച്ചൊരു കുറ്റബോധം ഉണ്ടാവില്ല, ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ വെറുതെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ ഒരു നിയ്യത്തും ഇല്ലാതെ, ഒരു സിദ്ഖുമില്ലാതെ, ഒരു സത്യസന്ധതയും ഇല്ലാതെ വെറുതെ അസ്തഗ്ഫിറുല്ലാ പറയുന്ന ആളുകൾ അങ്ങനെ കാണാൻ സാധിക്കും. പക്ഷേ അസ്തഗ്ഫിറുല്ലാ എന്നുള്ള വാക്ക്, അതിന്റെ നേട്ടം നമുക്ക് ഉണ്ടാവണമെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ അത് മുറിഞ്ഞു പോകാതിരിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കില്ല. അതല്ലാത്ത പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പൊറുക്കും. ശിർക്ക് ഒഴിവാക്കാതെ അവനൊരിക്കലും മഗ്ഫിറത്ത് ലഭിക്കില്ല, അവൻ എത്ര അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാലും. ഒരാൾ അള്ളാഹു അല്ലാത്ത മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനോ, അള്ളാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും സഹായം ചോദിക്കുന്നവനോ, അള്ളാഹു അല്ലാത്ത മറ്റാരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യുന്നവനോ, അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും വേണ്ടി അറിവ് നടത്തുന്നവനോ ഒരാളാണെങ്കിൽ, അഥവാ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട തൗഹീദിന്റെ ഇബാദത്തിന്റെ ഇനങ്ങൾ അള്ളാഹു അല്ലാതെ ആർക്കെങ്കിലും വകവെച്ചു കൊടുക്കുന്നവനാണ് എങ്കിൽ അവന്റെ അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ടൊരു കാര്യമില്ല. അവന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാലും പരലോകത്തവന് ഒരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ തൗഹീദ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പാപത്തിൽ നിന്ന് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മളിൽ അതിന്റെ അനന്തരമായിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാഹു തആല സൂറത്തു ദ്വാഹയിൽ പറഞ്ഞു, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹാ സുമ്മ ഇഹ്തദാ. അല്ലാഹു തആല പറയാണ്, വഇന്നീ ലഗഫാർ, തീർച്ചയായിട്ടും ഞാൻ ധാരാളം പാപം പൊറുക്കുന്നവനാണ്, എപ്പോഴും പാപം പൊറുക്കുന്നവനാണ്. എന്നിട്ട് അള്ളാഹു പറയണ, ആർക്കാണ് ആ പാപം പുറത്തു കൊടുക്കുക? ആർക്കാണ് അള്ളാഹു പാപം പുറത്തു കൊടുക്കുക? ലിമൻ താബ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവന്, വആമന, വിശ്വസിക്കുന്നവന്, ഈമാൻ ശരിയാക്കവന്, വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തവന്, സുമ്മ ഇഹ്തദാ, പിന്നെ നേരെ ചൊവ്വേ നിലനിന്നവന്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്നാമത്തേത് തൗബ ചെയ്യണം. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ പാപം അവസാനിപ്പിക്കണം, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കണം. ആ പാപത്തെക്കുറിച്ച് ആലോചിച്ച് അവന് ഖേദമുണ്ടായിരിക്കണം. ഇങ്ങനെ തൗബ ചെയ്യുമ്പോഴാണ് തൗബ സഹിഹാവുകയുള്ളൂ. അങ്ങനെ തൗബ ചെയ്ത് പിന്നെന്ത് വേണം? ആമന, അവന്റെ തൗഹീദ് അവൻ ശരിയാക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം അവൻ ശരിയായ രൂപത്തിൽ അവൻ നിലനിർത്തണം. മൂന്നാമത്തേത് ആമില സാലിഹൻ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം.
അവൻ ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഫർദും നഫ്ലുമായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്തണം. അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ മുഴുകണം. അവസാനം പറഞ്ഞു സുമ്മഹ്തദാ, പിന്നെ അവൻ ആ നേരെ ചൊവ്വെ ആ പാതയിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന പാതയിൽ നിലനിൽക്കാനുള്ള പരിശ്രമം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവന്റെ ഏറ്റവും നല്ല തൗബയായിട്ട് അള്ളാഹു തആലയെ ഗഫാറായിട്ട് അവന് കാണാൻ സാധിക്കുകയുള്ളൂ. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മൾ പറഞ്ഞ വിഷയം, ഇസ്തിഗ്ഫാർ തേടുമ്പോൾ ആ ഇസ്തിഗ്ഫാറിനെ തടസ്സമാകുന്ന ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തൗഹീദ് ഉണ്ടായിരിക്കണം. ഇനി ഇസ്തിഗ്ഫാർ ചെയ്തു കഴിഞ്ഞാൽ ആ തൗബ ചെയ്തതിന്റെ ആ ഗുണം, ആ ശരിക്ക് തൗബ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഈമാൻ ശരിയായിരിക്കണം. അമലുസ്സാലിഹാത്തുകൾ കൊണ്ടുവരണം. അതിൽ നേരെ ചൊവ്വെ നിലനിൽക്കുകയും വേണം. അപ്പൊ ഇസ്തിഗ്ഫാർ എന്നുള്ളത് നമുക്ക് എല്ലാവിധ നന്മയും കൊണ്ടുവന്നു തരുന്ന മഹത്തായ കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇസ്തിഗ്ഫാറിന്റെ ഫദ്ല് പറയുന്നിടത്ത് അദ്ദേഹം പറയാണ്, യുഖ്രിജുൽ അബ്ദ മിനൽ ഫിഅലിൽ മക്റൂഹ് ഇലൽ ഫിഅലിൽ മഹ്ബൂബ്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് ഒരടിമയെ വെറുക്കപ്പെട്ട കർമ്മങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിലേക്ക് അവരെ എത്തിക്കും. വമിനൽ അമലിൻ നാഖിസി ഇലൽ അമലിൽ താം, മുറിഞ്ഞു പോകുന്ന അമലുകളിൽ നിന്ന് അഥവാ പൂർണ്ണതയില്ലാത്ത അമലുകളിൽ നിന്ന് പരിപൂർണമായ കർമ്മങ്ങളിലേക്ക് അവനെ എത്തിക്കും. വയർഫഉൽ അബ്ദ മിനൽ മഖാമിൽ അദ്നാ ഇലൽ അഅലാ മിൻഹു വൽ അക്മൽ, അവനെ ഒരടിമയെ താഴ്ന്ന ദറജയിൽ നിന്ന്, സ്ഥാനത്തിൽ നിന്ന് ഉന്നതമായതിലേക്ക് അവനെ ഉയർത്തും. فإن العابد لله والعارف بالله في كل يوم بل في كل ساعة بل في كل لحظة يزداد علما بالله وبصيرة في دينه وعبوديته. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ അറിയുന്ന ഒരുവനായി ഏതൊരു സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്ന ഒരാളായിട്ട് മാറും. ബിഹൈസ് യജിദു ദാലിക ഫീ തആമിഹി വശറാബിഹി വനൗമിഹി വയഖ്ദതിഹി വഖൗലിഹി വഫിഅലിഹി, അത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രകടമാകും. അവന്റെ വാക്കിലും പ്രവർത്തനത്തിലും, ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ മേഖലയിലും. വയറാ തഖ്സീറഹു ഫീ ഹുദൂരി ഖൽബിഹി ഫിൽ മഖാമാത്തിൽ ആലിയ വഇഅതാഇഹാ ഹഖ്ഖഹാ, അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഹുദൂറുൽ ഖൽബ്, കൽബിന്റെ ശ്രദ്ധയോടുകൂടി ഉന്നതമായ സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കും. അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങളെല്ലാം വീട്ടിക്കൊടുക്കും. ഫഹുവ യഹ്താജു, അങ്ങനെ ഒരു അടിമയാണെങ്കിലും ഫഹുവ യഹ്താജു ഇലൽ ഇസ്തിഗ്ഫാർ ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. ഒരടിമ അങ്ങനെയുള്ള അവസ്ഥയിലാണ്. അള്ളാഹുവിനെ അറിയുന്നവനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനും എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്നവനും കുറവുകളൊന്നുമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ഒരു അടിമയാണെങ്കിൽ കൂടി അവൻ രാവും പകലും അള്ളാഹുവിലേക്കുള്ള ഇസ്തിഗ്ഫാറിന് ആവശ്യക്കാരനാണ്. ബൽ ഹുവ മുൽതറുൻ ഇലൈഹി ദായിമൻ ഫിൽ അഖ്വാലി വൽ അഹ്വാൽ. അത്രമാത്രമല്ല, അതിനേക്കാൾ നിർബന്ധിതനായിട്ടുള്ള ഒരുവനാണ് ഏത് സന്ദർഭത്തിലും അള്ളാഹുലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക്. ഫിൽ ഗവായിബ് വൽ മശാഹിദ്, ഏത് സന്ദർഭത്തിലും. ലിമാ ഫീഹി മിനൽ മസ്വാലിഹി വജൽബിൽ ഖൈറാത്ത് വദഫ്ഇൽ മുദററാത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് അവനെല്ലാം നന്മ കൊണ്ടുവരാനും ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ. അതുപോലെ وطلب الزيادة في القوة في الأعمال القلبية والبدنية اليقينية الإيمانية. ആ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് അവന്റെ കൽബിന്റെ പ്രവർത്തനങ്ങൾക്കും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഈമാനിലെ ദൃഢതയ്ക്കുമെല്ലാം ശക്തി ലഭിക്കുന്നത് ആ ഇസ്തിഗ്ഫാറിലൂടെയാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രത്യേകമായിട്ടുള്ള ഒരു സമയം നൽകേണ്ട, നമ്മുടെ നാവിനും മനസ്സിനും കൽബിനും ശരീരത്തിനുമെല്ലാം പ്രത്യേകമായ ഒരു സമയം നൽകേണ്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാറിന്റെ ബാബിൽ നാം ഇന്ന് സംസാരിക്കുന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ദുആ ഉണ്ട്. ആ ദുആഇനെ സംബന്ധിച്ചിട്ടാണ് ചുരുങ്ങിയ രീതിയിൽ നാം പറയുന്നത്. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹ് ബുഖാരിയിൽ കാണാം, عن النبي صلى الله عليه وسلم أنه قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അൻ യഖൂല അൽ അബ്ദ്, ഇസ്തിഗ്ഫാറിന്റെ നേതാവ് അഥവാ ഇസ്തിഗ്ഫാറിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ദുആ ദിക്ർ എന്നത് ഇനി പറയാൻ പോകുന്ന ഒരു അടിമ പറയലാണ്. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല.
ഖലഖ്തനി വഅന അബ്ദുക്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള കരാറും നിന്നോട് നൽകിയിട്ടുള്ള വാക്കുകളും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പൂർത്തീകരിക്കുന്നതാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കൊണ്ടുണ്ടാകുന്ന എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് നൽകിയ എല്ലാ നിഅമത്തുകളും ഞാൻ അംഗീകരിക്കുന്നു. വഅബൂഉ ബിദംബി, എന്റെ പാപങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. ലഫ്സിൽ ചില വ്യത്യാസങ്ങളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്, ആശയങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെ. എന്റെ പാപങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു നൽകണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തീർച്ച നീയല്ലാതെ ഒരാളും പാപം പൊറുക്കാനില്ല, നീയല്ലാതെ ഒരാളും പാപം പൊറുക്കാനില്ല. യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതാണ് ഈ ദുആഇന്റെ ഏറ്റവും ഫضل അറിയിക്കുന്ന കാര്യം. ഈ ദുആ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ, ആരെങ്കിലും പകലിൽ ഇത് ദൃഢമായ വിശ്വാസത്തോടു കൂടി പറയുകയാണ്, ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ, അങ്ങനെ വൈകുന്നേരം ആവുന്നതിന് മുമ്പായിക്കൊണ്ട് അവൻ മരണപ്പെടുകയാണ്, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി, ആരെങ്കിലും രാത്രിയിൽ ഇത് പറയുകയാണ്, വഹുവ മൂഖിനുൻ ബിഹാ, അവൻ അതിൽ ദൃഢമായ വിശ്വാസത്തോടുകൂടി ബോധ്യത്തോടുകൂടി, ഫമാത ഖബ്ല അൻ യുസ്ബിഹ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അങ്ങനെ രാവിലെ ആവുമ്പോഴേക്ക് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗാവകാശിയിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില റിവായത്തിൽ ദഖലൽ ജന്ന എന്ന് വന്നിട്ടുണ്ട്, ചില റിവായത്തിൽ ഇല്ലാ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന ആശയത്തിലും വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദുആകളിൽ എണ്ണിയിട്ടുള്ളതാണ്. രാവിലെ ഫജ്റിന് ശേഷം നമ്മൾ ചൊല്ലുന്ന അദ്കാറുൽ സ്വബാഹിലും അതുപോലെ മഗ്രിബിന് മുമ്പായി നമ്മൾ ചൊല്ലുന്ന അദ്കാറുൽ മസായിലും ഉൾക്കൊണ്ടിട്ടുള്ള ദുആ ആണ് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് രാവിലെയും അതുപോലെ തന്നെ ഈ വൈകുന്നേരവും ചൊല്ലുക എന്നുള്ളത് അവന് ആ പകലിലോ രാത്രിയിലോ മരണപ്പെടുകയാണെങ്കിൽ അവന് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമായി ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, അഥവാ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് അവന് സ്വർഗമുണ്ട് എന്നുള്ളത്. അപ്പൊ എത്രത്തോളം ഗൗരവത്തിലാണ് ഈ ദുആഇനെ നമ്മൾ പഠിക്കേണ്ടത്. ഇതറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും അത് പഠിക്കാൻ ശ്രമിക്കുക, പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അറിയുന്നവർ അത് നഷ്ടപ്പെടാതെ ശീലമാക്കുക, ശീലമാക്കിയിട്ടുള്ളവർ അതിന്റെ ഫളിലിനെ കുറിച്ച് ആലോചിച്ച് ആ ശ്രദ്ധയോടുകൂടി അത് ചൊല്ലുക. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് കൊടുക്കുന്ന ബാബ് അഫ്ളലുൽ ഇസ്തിഗ്ഫാർ എന്നുള്ള തലക്കെട്ടിലാണ്. അഫ്ളലുൽ ഇസ്തിഗ്ഫാർ ആണ് ഇത് എന്ന അർത്ഥത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതേ ഹദീസ് തന്നെ നസായി, തിർമിദി എന്നിവർ ഉദ്ധരിച്ചതിൽ ഒരു ചെറിയ വ്യത്യാസം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അലാ അദുല്ലുക്കും അലാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? വേറെ ചില റിവായത്തിൽ തഅല്ലമൂ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുആഇനെ പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പൊ ധാരാളം ഉപകാരമുള്ള നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ദുആ ആണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഇനി അതിന്റെ ഓരോ ലഫ്ളുകളുടെയും ആശയങ്ങളെ നമുക്ക് പറയാം. അതിലൊന്നാമതായി ആരംഭിക്കുന്നത് അല്ലാഹുമ്മ എന്ന വാക്കാണ്. അല്ലാഹുമ്മ എന്ന വാക്ക് അതിന്റെ അർത്ഥം എന്താണ്? യാ അല്ലാഹ് എന്നുള്ളതാണ്. യാ അല്ലാഹ് എന്നുള്ള വാക്കിനെ അറബി ഭാഷയുടെ ചില കാരണങ്ങൾ അല്ലാഹുമ്മ, അല്ലാഹ് എന്നുള്ള നാമം ആദ്യത്തിൽ പറയാൻ വേണ്ടി അല്ലാഹുമ്മ എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ ആശയം അല്ലാഹുമ്മ എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അല്ലാഹുമ്മ ഗഫൂറും റഹീം എന്ന് പറയാൻ പാടില്ല. അപ്പൊ അല്ലാഹു ഗഫൂറും റഹീമുൻ നമ്മൾ പറയുമല്ലോ, എന്നാൽ അല്ലാഹുമ്മ ഗഫൂറും റഹീമുൻ എന്ന് പറയാൻ പാടില്ല. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി എന്നാണ് പറയേണ്ടത്. അഥവാ യാ അല്ലാഹ്, അല്ലാഹുവെ എനിക്ക് പുറത്തു നൽകണമേ, എന്നോട് കാരുണ്യം കാണിക്കണമേ എന്ന രീതിയിലാണ് നാം പറയേണ്ടത്. ഇനി അതിന്റെ ആദ്യത്തെ വാക്ക് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത നീയല്ലാതെ ഒരു ഇലാഹില്ല,
ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വഅന അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്. ഒരു മനുഷ്യന് അള്ളാഹുവിനോട്, അടിമയ്ക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ തൗഹീദിന്റെ 2 ഭാഗങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഈ ദുആ ആരംഭിക്കുന്നത്. അതായത് ദുആ സ്വീകരിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണമാണ് തൗഹീദിനെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുക എന്നത്. അഥവാ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വസീലയാക്കാം. അഥവാ അള്ളാഹുവിന്റെ നാമങ്ങളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാം, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദിനെ മുൻനിർത്തി. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള മഹത്തായ ദുആകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ തൗഹീദിനെ പറ്റി പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. തൗഹീദിനെ പറ്റി പറയുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ദുആ ആരംഭിക്കുന്നതും തൗഹീദിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. തൗഹീദ് മാത്രമല്ല, തൗഹീദിന്റെ 2 ഇനങ്ങളെയും പരാമർശിച്ചുകൊണ്ടാണ്. എന്താണ് തൗഹീദിന്റെ 2 ഇനങ്ങൾ? തൗഹീദിനെ 2 ഇനമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാവുക എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൗഹീദിനാണ് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് തൗഹീദുൽ ഇറാദത്തി വത്വലബ്, അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക, അള്ളാഹുവിനോട് മാത്രം തേടുക. അങ്ങനെ അള്ളാഹുലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിന് അവകാശപ്പെട്ടത് അള്ളാഹുവിന് മാത്രം നൽകുക. അതാണ് തൗഹീദുൽ ഇറാദത്തി വത്വലബ്. ഈ 2 തൗഹീദിനെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ദുആഇന്റെ ആരംഭത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, അള്ളാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത്, അള്ളാഹുവാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് നമ്മെ മരിപ്പിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് ലഭിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് അംഗീകരിക്കുന്നതും അത് ദൃഢമായ ബോധ്യമുണ്ടാകുന്നതുമാണ് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന് പറയുന്നത്. അതിൽ തൗഹീദുർ റുബൂബിയത്തും അസ്മാഉ സിഫാത്തും ഉൾക്കൊണ്ടിട്ടുണ്ട്. റുബൂബിയത്തും അസ്മാഉ സിഫാത്തും മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം തൗഹീദുൽ ഇറാദത്തി വത്വലബ്, തേട്ടത്തിന്റെയും അതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന്റെയും തൗഹീദ്. അഥവാ നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ, അത് ദുആ ആവട്ടെ, സുജൂദാവട്ടെ, നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, അറവാവട്ടെ, നേർച്ചയാവട്ടെ, ഭയമാവട്ടെ, പ്രതീക്ഷയാവട്ടെ, ഇഷ്ടമാവട്ടെ, എന്ത് ഇബാദത്തുകളും അത് അള്ളാഹുവിന് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് ഇഖ്ലാസോട് കൂടി കർമ്മങ്ങൾ ചെയ്യുക. അതാണ് തൗഹീദുൽ ഇബാദ അല്ലെങ്കിൽ തൗഹീദുൽ ഇറാദത്തി വത്വലബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളെയും ഈ ദുആഇന്റെ ആദ്യത്തെ വാചകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഏതൊക്കെയാണത്? എന്താണ് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന് വരുന്ന ഏതാണ്? അല്ലാഹുമ്മ അൻത റബ്ബി ഖലഖതനി എന്ന വാക്ക്. അല്ലാഹുമ്മ അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ അധികാരപ്പെടുത്തിയിട്ടുള്ളത്, നീയാണ് എന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, നീയാണ് എനിക്ക് ഉപജീവനം നൽകുന്നത്. ഖലഖ്തനി, നീയാണ് എന്റെ സൃഷ്ടാവ്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. ഇതെല്ലാം അല്ലാഹു തആലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ ഈ 2 വാക്കിലൂടെ ആ കാര്യത്തെ അംഗീകരിക്കുന്നു. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അൻത് വ അന അബ്ദുക് എന്നീ വാക്കുകൾ, നീയല്ലാതൊരു ഇലാഹില്ല, അഥവാ മഅബൂദായിട്ട് ആരാധിക്കപ്പെടേണ്ടവനായിട്ട് ഒരാളുമില്ല നീയല്ലാതെ എന്ന വാക്ക്. വ അന അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന വാക്ക്. അതറിയിക്കുന്നത് തൗഹീദുൽ ഇറാദത്തി വത്വലബ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന വാക്കാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി, അള്ളാഹു തആലയാണ് നമ്മുടെ റിസ്ക് നൽകുന്നവൻ, അള്ളാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നവൻ എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഉലമാക്കൾ ഈ 2 കാര്യങ്ങളെ, അഥവാ ഉലൂഹിയത്തിനെയും അതുപോലെ റുബൂബിയത്തിനെയും, ഇത് 2ഉം പരസ്പരം ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നതെന്ന് ഒരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ.
അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയും, ഒരാൾ പറയാണ് ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അല്ലാതെ വേറെ ആളോട് നമ്മുടെ ആവശ്യം ചോദിക്കാൻ പോവാന്ന് പറഞ്ഞ എന്തൊരു നിരർത്ഥകതയാണത്. അള്ളാഹു തആല ഖുർആനിൽ ആവർത്തിച്ച് ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. വഅന റബ്ബുക്കും ഫഅ്ബുദൂൻ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. അള്ളാഹു അത് പറയുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ അള്ളാഹുവിന് പുറമെ ഒന്നുകിൽ മുഹ്യിദ്ദീൻ ഷേഖിനെയോ അല്ലെങ്കിൽ മടവൂരിലെ ജാറത്തിലെ വ്യക്തിയെയോ അല്ലെങ്കിൽ മമ്പുറം തങ്ങളെയോ അങ്ങനെ തുടങ്ങി വേറെ വിദേശ ബദവി അതുപോലെയുള്ള പല ആളുകളെയൊക്കെ വിളിച്ചു തേടുന്ന ആളുകളുണ്ട്, പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, അവരോട് സഹായം തേടുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ആളുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, അവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങളോട് വന്നിട്ട് ഖലഖ്തനി എന്ന് ഈ അടിമക്ക് ഇന്ന ആളോട് പറയാൻ പറ്റുമോ? ഇപ്പൊ ഒരാള് മടവൂരിലെ ജാറത്ത് പോയിട്ട് ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, ഒരാൾക്കും അത് സാധിക്കില്ല. അതിൽ മുഹ്യിദ്ദീൻ ഷേഖിനെ വിളിച്ചു പറഞ്ഞിട്ട് ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അള്ളാഹു ആണ് നമ്മുടെ ഖാലിഖ് എന്നിരിക്കെ എങ്ങനെയാണ് ഇബാദത്തിന്റെ ഇനം മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുക? അള്ളാഹു തആല ഖുർആനിലൂടെ നൽകിയിട്ടുള്ള ആദ്യത്തെ കൽപ്പന തന്നെ ഈ ആശയത്തിലാണ്. സൂറത്തുൽ ബഖറയിലെ 21, 22 ആയത്തുകൾ കാണാം. യാ യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളെ സൃഷ്ടിച്ചവനെ, നിങ്ങളെ അധികാരപ്പെടുത്തിയവനെ, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനെ, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളുടെ മുൻപുള്ള നിങ്ങളുടെ ഉപ്പമാരെയും എല്ലാം സൃഷ്ടിച്ചവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് ഇത് പറഞ്ഞു തരുന്നത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, സൃഷ്ടാവും വന്ന് മാത്രമാണോ? അല്ല, ഈ ആകാശഭൂമികളെ, ഈ ഭൂമിയെ ഏറ്റവും നല്ല താമസ സൗകര്യത്തിൽ നിങ്ങൾക്ക് ഒരുക്കി തന്നവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പൂരയാക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കി തന്നവൻ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവനമായി കൊണ്ട് ആ ഭൂമിയിൽ നിന്ന് വ്യത്യസ്ത കായ്കനികളെ മുളപ്പിച്ചു തന്നവൻ. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും അള്ളാഹുവിനൊരു പകരക്കാരനെ നിങ്ങൾ എടുക്കരുത്, ആ അള്ളാഹുവിനൊരു പകരക്കാരനെ നിങ്ങൾ വെക്കരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറയാണ്, ലാ തജ്അലൂ ലില്ലാഹി ശുറകാഅ ഫിൽ ഇബാദ വഅൻതും തഅലമൂന അന്നഹു ലാ ഖാലിഖ ലക്കും ഗൈറല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഒരു പങ്കുകാരെ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നും അള്ളാഹു അല്ലാതൊരു സൃഷ്ടാവ് നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ദുആയിൽ ആദ്യം തന്നെ ഈ രണ്ട് തൗഹീദിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് ആദ്യം റുബൂബിയത്ത് പറഞ്ഞു, അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് പറഞ്ഞു. അതുപോലെ അതിന്റെ അവസാനത്തിൽ ഖലഖതനി എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞത് ഉലൂഹിയത്താണ്. ആ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ. പല ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു അല്ലാതൊരു സൃഷ്ടാവ് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ്. ഒരിക്കലും നബിമാർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ അതല്ല. നബിമാർ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോടോ അബൂലഹബിനോടോ ഉത്ബത്തിനോടോ ഷൈബത്തിനോടോ അങ്ങനെ തുടങ്ങിയ മക്കയിലെ മുശ്രിക്കീങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞത് നിങ്ങൾക്കൊരു റബ്ബുണ്ട് കേട്ടോ, സൃഷ്ടാവുണ്ട് കേട്ടോ, ആ സൃഷ്ടാവിന്റെ പേര് അള്ളാഹ് എന്നാണ് കേട്ടോ, അല്ല. അങ്ങനെയല്ല പറയുന്നത്. കാരണം അവർക്ക് അള്ളാഹിനെ അറിയാം, അവർ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, അള്ളാഹുവിനോട് സഹായം തേടുന്നവരാണ്, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്, അള്ളാഹുവിനെ പല രീതിയിലും തഅലീം ചെയ്യുന്നവരാണ്, അള്ളാഹുവിന്റെ ഭവനത്തെ തഅലീം ചെയ്യുന്നവരാണ്. ഹറാമായ ഒരു വസ്തുവുമില്ലാതെ ഒന്നുമില്ലാതെ ഹലാല് കൊണ്ട് മാത്രം കഅബയെ നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളാണ്. ആ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ അള്ളാഹു അല്ലാതെ മറ്റൊപ്പം വിളിക്കുന്ന അള്ളാഹുലേക്ക് ഇടനിലക്കാരായി വെച്ചിട്ടുള്ള ലാത്തയെയോ ഉസ്സയെയോ മനാത്തയെയോ ഒന്നും വിളിക്കരുത്. ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ റസൂലുകളും പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മുസ്ലിം സമൂഹം മനസ്സിലാക്കണം. അപ്പോ തൗഹീദുർ റുബൂബിയ്യ പറഞ്ഞു, അതോടൊപ്പം തൗഹീദുൽ ഉലൂഹിയ്യ ലാ ഇലാഹ ഇല്ലാ അൻത എന്ന വാക്കും പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് മുസ്ലിം സമൂഹം പഠിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും തെളിയിച്ചു കൊടുക്കേണ്ടതുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പറഞ്ഞാൽ പോരാ. ഖുർആനിലും ഹദീസിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ അതിന് നിബന്ധനകളും പറഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ രീതിയിൽ ഹാഫിദ് അൽ ഹക്കമി റഹിമഹുല്ലാഹ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ ഒരു ബൈത്തായി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം നമുക്ക് പറയാം. വബിശുറൂതി സബ്അത്തിൻ ഖദ് ഖുയ്യിദത് വഫീ നുസൂസിൽ വഹി ഹഖ്ഖൻ വറദത്. 7 നിബന്ധനകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ളത്. അത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഫഇന്നഹു ലാ യൻതഫിഉ ഖായിലുഹാ ബിന്നുത്ഖി ഹത്താ യസ്തക്മിലഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവന് ഈ നിബന്ധനകൾ പൂർത്തീകരിക്കാതെ വെറുതെ ഒരു വാക്ക് ഒരു ഉപകാരവും ചെയ്യില്ല. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫദ്രി മാ അഖൂലു. ഇൽമ് ഒരു നിബന്ധനയാണ്, അറിവുണ്ടായിരിക്കണം. യഖീൻ ദൃഢതയുണ്ടായിരിക്കണം. ഖബൂൽ അത് അംഗീകരിക്കണം. വൽ ഇൻഖിയാദ് അതിന് കീഴൊതുങ്ങണം. വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബ വഫഖക അല്ലാഹ് ലിമാ അഹബ്ബ. സിദ്ഖ് ഉണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം. അൽ മഹബ്ബ അതിനോട് ഇഷ്ടമുണ്ടായിരിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 7 നിബന്ധനകൾ. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ വിശദീകരിക്കാം. അപ്പൊ ഈ നിബന്ധനകൾ പൂർത്തീകരിക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ പൂർത്തിയാകുന്നത്. പിന്നെ പറഞ്ഞു വ അന അബ്ദുക് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി. തൗഹീദുൽ ഉലൂഹിയ വന്നു, തൗഹീദുർ റുബൂബിയ വന്നു. എന്നിട്ട് പറഞ്ഞു വ അന അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ അടിമയാണ് എന്നുള്ളത്. അല്ലാഹു തആലയ്ക്ക് അടിമകൾ ഉണ്ടാകുന്നത് 2 തരത്തിലാണ്. റുബൂബിയത്തിൽ അടിമകളുണ്ട്, ഉലൂഹിയത്തിൽ അടിമകളുണ്ട്. റുബൂബിയത്തിൽ അള്ളാഹുവിന് ഉബൂദിയത്ത് തെളിയിക്കുന്ന ആളുകളുണ്ട്, ഉബൂദിയത്തുണ്ട്. ഉലൂഹിയത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അടിമകളുണ്ട്. റുബൂബിയത്തിലുള്ള അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഉൾക്കൊണ്ടു. മുസ്ലിമും കൊണ്ടു, മുസ്ലിമും ഉൾക്കൊണ്ടു, കാഫിറും ഉൾക്കൊണ്ടു, മുശ്രിക്കും കൊണ്ടു. ഇനി അള്ളാഹ് എല്ലാം നിഷേധിക്കുന്ന നിരീശ്വരവാദിയാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊണ്ടു. കാരണം അവരെല്ലാവരും ജനിച്ചു വീഴുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അവർ മരിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഇതൊന്നും അവർക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. അപ്പോ ആ അടിമത്വം, അള്ളാഹുവാണ് റബ്ബ് എന്നുള്ള അടിമത്വം എല്ലാവരും പൊതുവായിട്ട് എല്ലാവരുടെ മേലെയും ഉള്ളത്. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. രണ്ടാമത്തെ ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ, ഒരു അടിമയാകുന്നത് എന്ന് പറഞ്ഞാൽ ഉബൂദിയത്തുൽ ഉലൂഹിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇലാഹാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള അടിമത്വം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അത് ഉൾക്കൊണ്ട ആളുകളാണ്. അള്ളാഹുവാണ് എന്റെ ഇലാഹ് എന്ന് അംഗീകരിക്കുന്ന, അത് പറയുന്ന ആളുകൾ, അതാണ് അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ അടിമകൾ ഈ 2 രീതിയിലുണ്ട്. അപ്പൊ വാന അബ്ദുക് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഏതർത്ഥത്തിലാണ്? റുബൂബിയത്തിന്റെ അർത്ഥത്തിലാണോ ഉലൂഹിയത്തിന്റെ അർത്ഥത്തിലാണോ? ഉലൂഹിയത്തിന്റെ അർത്ഥം, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന അർത്ഥത്തിൽ. എന്നിട്ട് അടുത്ത വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വ അന അലാ അഹ്ദിക് വ വഅദിക മസ്തതഅതു. വ അന അലാ അഹ്ദിക്, ഞാൻ ഇതാ നിന്നോട് ചെയ്ത കരാറുകൾ, വ വഅദിക നിന്നോടുള്ള വാക്കുകൾ, മസ്തതഅതു എന്റെ കഴിവിന്റെ പരമാവധി എനിക്ക് കഴിയുന്ന പോലെയെല്ലാം ഞാൻ പൂർത്തീകരിക്കുന്നതാണ്. അതായത് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതായത് നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യുന്ന ഒരു കരാറുണ്ട്, ഒരു അഹ്ദ് ഉണ്ട് നമ്മളും അല്ലാഹും തമ്മിലുള്ളത്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന കരാർ. ആ കരാർ ഈമാൻ നിർത്തുക എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിനോടുള്ള കടമകൾ ഞാൻ വീട്ടിക്കൊടുക്കും, എന്റെ ഈമാനും ഇബാദത്തും അനുസരണവും കീഴൊതുങ്ങലും അതിൽ ഞാൻ നിലനിൽക്കുമെന്ന് അറിയിക്കുന്നതാണ് അള്ളാഹുമായിട്ട് അടിമക്കുള്ള കരാർ. ആ കരാർ ഞാനിതാ എന്റെ കഴിവിന്റെ പരമാവധി എത്രത്തോളമാണോ സാധിക്കുക, ഇനി ഈമാൻ പൂർത്തീകരിക്കുന്നിടത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് പരിശ്രമിക്കും എന്ന് അള്ളാഹുവിനോട് കരാറ് ചെയ്യുന്നതിനാണ് ഈ ആശയം പറയുന്നത്. അഥവാ അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള
കരാർ ഞാനിതാ പാലിക്കുന്നതാണ് എന്ന ആശയത്തിൽ. അതല്ലാത്ത മറ്റൊരു ആശയത്തിൽ ഉലമാക്കൾ പറയാറുള്ളത്, അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതെല്ലാം ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തും എന്ന ആശയം. അള്ളാഹു എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ അംഗീകരിക്കുകയും അനുസരിക്കുകയും പകർത്തുകയും ചെയ്യും എന്ന ആശയം. പക്ഷെ അവസാനത്തിൽ അടിമ പറയുന്ന വാക്കാണ് മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി, എനിക്ക് സാധിക്കുന്ന അത്രയും. ഇതൊരു അടിമയുടെ ദുർബലതയെ അറിയിക്കുന്ന വാക്കാണ്, അടിമയുടെ കുറവുകളെ അറിയിക്കുന്ന വാക്കാണ്. ചിലപ്പോൾ നമുക്ക് എത്ര പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അള്ളാഹുവിനോടുള്ള കടമകളിൽ പൂർത്തീകരിക്കുന്നിടത്ത്, അതിന്റെ പൂർണ്ണത കൈവരിക്കുന്നിടത്ത്, ഇപ്പൊ തഖ്വയുടെ പൂർണ്ണതയുണ്ട്, ഈമാനിന്റെ പൂർണ്ണതയുണ്ട്, ഓരോ കാര്യത്തിനെയും തൗഹീദിന്റെ പൂർണ്ണതയുണ്ട്. പക്ഷെ ആ പൂർണ്ണതയിൽ എത്തുന്നിടത്ത് എന്തെങ്കിലും ഒരു കുറവുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ കുറവുകൾ വിട്ടുവീഴ്ച ചെയ്തു തരാൻ ആ അടിമയുടെ കുറവിനെ അറിയിക്കുന്നതാണ് മസ്തതഅതു എന്ന വാക്ക്. കാരണം അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യന്, ഒരു അടിമയ്ക്ക് സാധിക്കാത്ത രീതിയിൽ ഒരു കാര്യം അല്ലാഹു തആല അവന്റെ മേലെ നിർബന്ധമാക്കില്ല. ഇപ്പൊ ഒരാൾക്ക് യുദ്ധത്തിന് പോകാൻ യാതൊരു സൗകര്യവുമില്ല, അവൻ ആരോഗ്യമില്ല എന്ന് വിചാരിക്കുക, അവന്റെ മേലെ ജിഹാദ് നിർബന്ധമായില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ സാധിക്കില്ല, അവന് നിൽക്കാൻ തീരെ സാധിക്കാത്ത രോഗം ബാധിച്ചവനാണ്, അവന്റെ മേലെ നിന്ന് നിസ്കരിക്കുക എന്നുള്ള ബാധ്യതയില്ല, ഇരുന്ന് നിസ്കരിച്ചാൽ മതിയാകും. അപ്പൊ എത്രത്തോളമാണോ അവന് കഴിയുന്നത് അതിന്റെ പരമാവധി അവൻ പാലിക്കുമെന്നുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്, ഇദാ അമർതുകും ബിഅംരിൻ ഫഅതു മിൻഹു മസ്തതഅതും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നതിന്റെ പരമാവധി നിങ്ങൾ അത് പ്രവർത്തിക്കുക, അത് കൊണ്ടുവരിക. വമാ നഹൈതുകും അൻഹു ഫൻതഹു. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് വിരോധിച്ചാൽ നിങ്ങൾ അത് പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഇവിടെ കർമ്മം കൽപ്പിച്ചാൽ ചെയ്യാൻ കഴിവിന്റെ പരമാവധി ചെയ്യുക എന്ന് പറഞ്ഞു. വിരോധിക്കാൻ പറഞ്ഞെടുത്ത് അങ്ങനെ ഒരു നിബന്ധന പറഞ്ഞില്ല, മുഴുവൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞു. ഇതെന്നത് രണ്ടും തമ്മിൽ വ്യത്യാസം? കാരണം ദീനിൽ ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഇദാ അമർതുകും ബിഅംരിൻ ഫഅതു മിൻഹു മസ്തതഅതും, നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ അത് കഴിവിന്റെ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കണം, കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്നാൽ വിരോധിക്കാൻ പറഞ്ഞെടുത്ത് ഫൻതഹു, നിങ്ങൾ വിരോധിക്കുക, ഒഴിവാക്കുക എന്നാണ് പറഞ്ഞത്. അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? കഴിവിന്റെ പരമാവധി എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ പണ്ഡിതന്മാർ എന്താണ് ഒന്നിന് ഇസ്തിതാഅത്ത്, അവന്റെ കഴിവിനെ പരിഗണിക്കുകയും രണ്ടാമത്തേതിന് കഴിവിനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്തത് മക്കൾ വിശദീകരിച്ചു. കാരണം അമ്ർ, ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് അവന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഇപ്പൊ നിസ്കരിക്കാൻ പറഞ്ഞു, അവൻ എന്ത് ചെയ്യണം? വുളു എടുക്കണം, നിസ്കരിക്കണം, റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. സക്കാത്ത് കൊടുക്കണം പറഞ്ഞു, അവന്റെ കണക്ക് നോക്കണം, സക്കാത്ത് നൽകണം. നോമ്പ് നോൽക്കണം പറഞ്ഞു, അവനൊരു കാര്യം നോമ്പ് നോൽക്കാനുള്ള നിയ്യത്ത് അവനുണ്ടായിരിക്കണം, നോമ്പ് നോൽക്കണം. എന്നാൽ പാപങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു എന്നിടത്ത് അവനൊരു കാര്യം അവിടെ ഇല്ല, അതവൻ ഇല്ല എന്ന് വെച്ചാൽ മതി, അതെല്ലാവർക്കും സാധിക്കും. ഇപ്പൊ നിസ്കരിക്കാൻ ഒരാൾക്ക് ഇന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അയാൾ ചിലപ്പോൾ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നോമ്പ് വെൽക്കാൻ തീരെ പറ്റാത്ത ആളുകളുണ്ടാവും, അതിന് ചിലപ്പോ അതിന് എഴുതുകളുണ്ട്, അതിന് പകരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരാൾക്ക് കള്ളുടിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? ഒരാളോട് വ്യഭിചരിക്കരുതാണോ, വ്യഭിചരിക്കാതിരിക്കാൻ വല്ല കുറവുണ്ടോ? കട്ടെടുക്കരുത് പറഞ്ഞാൽ കട്ടെടുക്കാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അഥവാ ഇല്ലാത്തൊരു കാര്യമാണ്, അവിടെ ഒരു കാര്യം ഇല്ല, അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കൽപ്പന വന്നാൽ പുതുതായിട്ട് അവൻ ചെയ്യേണ്ടതാണ്. അപ്പൊ ആ ചെയ്യേണ്ടതിന് അവന് കഴിവ് അവിടെ ആവശ്യമായിട്ട് വരും. ഹജ്ജ് ചെയ്യാൻ അവന് ഇസ്തിതാഅത്ത് വേണം, നോമ്പ് നോൽക്കാൻ അത് വേണം, നിസ്കരിക്കാൻ വേണം, പല കൽപ്പനകൾക്ക് ചെയ്യാൻ വേണം. എന്നാൽ ഒരു ഹറാം ഒഴിവാക്കണം എന്നുള്ളത് അതവിടെ ഇല്ല, അതവൻ ഒഴിവാക്കിയാൽ മതി. ഇല്ലാത്തൊരു കാര്യം അത് ഒഴിവാക്കുക എന്നുള്ളത് അവന്റെ മേലെ എളുപ്പമുള്ള കാര്യമാണ്, അത് ആർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള കരാറുകൾ, കടമകൾ ഞാൻ പൂർത്തീകരിക്കും എന്നറിയിക്കുന്ന വാക്കാണ് മസ്തതഅതു. അതുപോലെ തന്നെ ഈ ഉമ്മത്തിന്റെ മേലെ അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ ഔദാര്യവുമാണ് ഇസ്തിതാഅത്ത് ഉണ്ടാകുക എന്നുള്ളത്, കഴിവ്, ഒരാളുടെ കഴിവിനെ പരിഗണിക്കുന്നു എന്നുള്ളത്. അടുത്ത വാക്കിൽ അഊദു ബിക മിൻ ശർരി മാ സനഅതു,
അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തതിൽ നിന്നുണ്ടാകുന്ന ഷർറിൽ നിന്ന്, ഞാൻ ചെയ്തു പോയതിൽ നിന്നുണ്ടാകുന്ന ഷർറിൽ നിന്ന്. നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന്, അധികവും പാപങ്ങളിൽ നിന്ന് പാപത്തിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകും. നമ്മൾ ഈ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ നമ്മെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശക്തമായിട്ടുള്ള തൗബ കൊണ്ടും പിന്നീടുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ടും മാഞ്ഞിട്ടില്ല എങ്കിൽ 40 വർഷത്തിന് ശേഷമാണെങ്കിലും അതിന്റെ അനന്തരഫലം ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. പല സലഫുകളെയും അഫറുകളിൽ കാണാം, ചില ആളുകൾ അവർ പ്രായമായതിനു ശേഷം അവർ പഠിച്ച ഖുർആൻ മൊത്തം പെട്ടെന്നൊരു ദിവസം മറന്നു പോകുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അവർ ആ ഖുർആൻ മറന്നുപോയതിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ അവർ പറയുമായിരുന്നു, ഞാൻ 40 വർഷം മുമ്പ് ഈ ഖുർആൻ പഠിക്കുന്ന സമയത്ത് ഒരു ഹറാമ് നോക്കിക്കൊണ്ട് അത് ആസ്വദിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അനന്തരഫലം ചിലപ്പോൾ 40 വർഷത്തിന് ശേഷമായിരിക്കും നിനക്ക് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ മറന്നുപോയത് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കാണാം. അല്ലെങ്കിൽ ഉലമാക്കൾ ഓർമ്മിപ്പിക്കാറുണ്ട്, ഒരു പാപത്തിന് ഇപ്പോൾ നീ അതിന്റെ അനന്തരഫലം കാണുന്നില്ല എന്നതിനെ തൊട്ട് നീ സന്തോഷിക്കണ്ട. 40 വർഷമോ അതിനപ്പുറമോ നിനക്ക് അവസാന സമയത്തോ ആയിരിക്കും അതിന്റെ അനന്തരഫലം നീ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്ത പാപങ്ങൾക്ക് അനന്തരഫലങ്ങൾ ഉണ്ടാകാം. അതല്ലാതെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഷെറ് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ടാകാം. നമ്മൾ ചെയ്ത് അറിയാതെ ചില ദോഷങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകാം. അപ്പൊ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് രക്ഷ തേടുന്ന വാക്കാണ് അഊദു ബിക മിൻ ശർരി മാ സനഅതു. അതിനുശേഷം പറഞ്ഞു, അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി. അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി. അബൂ എന്നുള്ള പദത്തിന്റെ വാക്ക് അബൂഉ എന്ന് പറഞ്ഞാൽ അഅ്തരിഫു വ ഉഖിറു, ഞാനിതാ അംഗീകരിക്കുന്നു എന്റെ മേലെ നീ നൽകിയിട്ടുള്ള നിഅമത്തുകൾ. അതുപോലെ അബൂഉ ബിദംബി, ഞാൻ ചെയ്തിട്ടുള്ള എന്റെ പാപങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഈ വാക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അല്ലാഹു തആല നൽകിയിട്ടുള്ള നിഅമത്തുകളെ നാം അംഗീകരിക്കുന്നു എന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നന്മയായി അനുഗ്രഹമായി തോന്നിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹവും നിങ്ങൾക്കില്ല. നമുക്ക് കണ്ണിന് കാഴ്ചശക്തി ഉണ്ടെങ്കിൽ, നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ഒരു കുഴപ്പവുമില്ലാതെ ആ ഭക്ഷണം പുറന്തള്ളാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, നമുക്ക് മാതാപിതാക്കളെ തന്നിട്ടുണ്ടെങ്കിൽ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, നമുക്ക് വരുമാനമുണ്ട്, ഉപജീവനമുണ്ട്, നമുക്ക് ഈമാനുണ്ട്, തൗഹീദുണ്ട്, സുന്നത്തുണ്ട്, മൻഹജുസ് സലഫുണ്ട്, അമലുസ് സാലിഹാത്ത് ചെയ്യാനുള്ള തൗഫീഖുണ്ട്, അള്ളാഹു നൽകുന്ന കാര്യങ്ങളിൽ ഖനാഅത്തുണ്ട്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല, എന്റെ സമ്പത്തോ എന്റെ വരുമാനമോ എന്റെ ജീവിതമോ ഒന്നും ഞാൻ എന്നിലേക്ക് ചേർത്തി പറയുന്നില്ല, എന്റെ കഴിവ് കൊണ്ടല്ല. അള്ളാഹു അതെല്ലാം നിന്റെ നിഅമത്താണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. അപ്പൊ ഈ നിഅമത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, അത് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? നിഅമത്തിന് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? ശുക്റാണ്, നന്ദി കാണിക്കണം. നമുക്ക് ലഭിച്ച നിഅമത്തുകൾക്ക് നന്ദി കാണിക്കണം. അല്ലാഹു തആല പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ റബ്ബ് പറഞ്ഞിരിക്കുന്നു, അറിയിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് ആ അനുഗ്രഹങ്ങളോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്. ഒരിക്കലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു നന്ദി കേട് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മളൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പ് അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ടല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു ഹറാമ് കാണുന്നുണ്ടെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമായ കാഴ്ച കൊണ്ടല്ലാതെ ചെയ്യാൻ സാധിക്കില്ല. നമ്മളൊരു ഹറാമ് കേൾക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലായ കേൾവി കൊണ്ടല്ലാതെ കേൾക്കാൻ സാധിക്കില്ല. നമ്മളൊരു ഹറാമ് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സംസാരശേഷി തന്നുകൊണ്ടല്ലാതെ പറയാൻ സാധിക്കില്ല. അള്ളാഹു തആല നൽകിയ ഏതൊരു അനുഗ്രഹം കൊണ്ടല്ലാതെ നമുക്കൊരു പാപം ചെയ്യാൻ സാധിക്കില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, മനുഷ്യരെ ആലോചിച്ച് നോക്കി.
നമ്മൾ ഒരാൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് ആ കാര്യങ്ങൾ ഇന്ന പോലെ ഉപയോഗിക്കണം, ഇന്ന പോലെ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നു. നമ്മുടെ കീഴിലുള്ള ഒരാളാണ്, ജോലിക്കാരനാണ്, അടിമയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളാണ്. എന്നിട്ട് അവൻ നമ്മൾ പറഞ്ഞതിനെതിരായിട്ട് മുഴുവൻ ചെയ്യാന്ന് വിചാരിക്കുക. എത്ര വലിയ നന്ദികേടായിരിക്കും മനുഷ്യരുടെ ഇടയിൽ അത് എത്ര വലിയ നന്ദികേടായിരിക്കും. യഥാർത്ഥത്തിൽ ഇവൻ പൂർണ്ണമായ അവന്റെ യജമാനൻ കൂടിയല്ല. ഇവന് നൽകാൻ പറ്റുന്നത്, ഇവന്റെ താഴെയുള്ള ഒരു ജോലിക്കാരന് നൽകാൻ പറ്റുന്നതിന് പരിധികളും പരിമിതികളും ഉണ്ട് നൽകുന്ന ആൾക്ക്. എന്നാൽ യാതൊരു പരിമിതികളും ഇല്ലാതെ പൂർണ്ണമായ അധികാരിയും രാജാവും നിയന്താവുമായിട്ടുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുന്നുണ്ട് എങ്കിൽ എത്ര വലിയൊരു അപകടമാണത്. അപ്പോ ആ നിഅമത്തുകളെ, എന്റെ മേലുള്ള നിഅമത്തുകളെ ഞാനിത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത് പറഞ്ഞു അബൂഉ ബിദംബി, എന്റെ പാപങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു. രണ്ടു തരത്തിൽ ഉലമാക്കൾ ഇവിടെ അബൂഉ ബിദംബി എന്ന് പറഞ്ഞ വാക്കിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് നിഅമത്തിനോടൊപ്പം പറഞ്ഞതുകൊണ്ട് അള്ളാഹുവെ നീ നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചിട്ടില്ല എന്നതിന് അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ അബൂഉ ബിദംബി, എന്റെ പാപങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളത് രണ്ടാശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിച്ചിട്ടില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ആ നന്ദി കാണിക്കാത്തത് ഒരു പാപമായി കൂട്ടിയിട്ട് പറഞ്ഞ ഉലമാക്കൾ കാണാം. രണ്ടാമത്തെ അർത്ഥം അതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. അല്ലാതെയുള്ള എനിക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. ഇഅ്തിറാഫു ദംബ് എന്ന് പറയും. അല്ലാഹു തആലക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരടിമ പാപം ചെയ്തിട്ട് അള്ളാഹുവിനോട് എനിക്ക് പറ്റിപ്പോയി, ഞാൻ ചെയ്തു പോയി എന്നൊരു അടിമ അംഗീകരിക്കൽ അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്കൊരു പാപം സംഭവിച്ചു പോയാൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ. അതിന് ന്യായീകരിക്കാൻ നിൽക്കരുത്, അള്ളാഹുവിനോട് ന്യായീകരിക്കാൻ നിൽക്കരുത്. ഞാൻ അങ്ങനെ ഏതുകൊണ്ട് ചെയ്തതാണ്, ഇങ്ങനെ ഏതുകൊണ്ട് ചെയ്തതാണ്, ഇങ്ങനെ. അള്ളാഹ് എനിക്ക് പറ്റിപ്പോയി, ഞാൻ അംഗീകരിക്കണു, ഞാൻ ദുർബലനാണ്, ഞാൻ ചെയ്തു പോയതാണ്, അള്ളാഹുവിന് എനിക്ക് പുറത്തു നൽകണമേ. ആ ഇഅ്തിറാഫ് എന്നുള്ളത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. തന്റെ കുറവിനെ അംഗീകരിക്കുന്ന, തന്റെ ന്യൂനതകളെ അംഗീകരിക്കുന്ന, ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് അംഗീകരിക്കുന്ന ഒരാളായി മാറുക എന്നുള്ളത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ആ വാക്കിൽ വന്നിട്ടുള്ളത്. ഒന്ന് അള്ളാഹുവിന് നിഅമത്തുകൾ, രണ്ടാമത്തേത് അടിമ ചെയ്യുന്ന പാപങ്ങൾ. നിഅമത്തുകൾക്ക് പകരം ചെയ്യേണ്ടത് അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. പാപങ്ങൾക്ക് പകരം ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളതാണ്. ഇത് ഓരോ മനുഷ്യന്റെയും ഓരോ ദിവസത്തിനുള്ള കാര്യമാണ്. ചില സലഫുകൾ പറയാറുണ്ട്, ഇന്നി ഉസ്ബിഹു ബൈന നിഅമത്തിൻ വദംബിൻ, ഓരോ ദിവസവും ഞാൻ പ്രഭാതത്തിലാകുന്നത് അനുഗ്രഹത്തിന്റെയും പാപത്തിന്റെയും ഇടയിലായിക്കൊണ്ടാണ്. ഫഉരീദു അൻ നുഹ്ദിസ ലിന്നിഅമതി ശുക്റാ, നിഅമത്തിന് ശുക്ർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വലിദ്ദംബി ഇസ്തിഗ്ഫാറാ, പാപത്തിന് ഇസ്തിഗ്ഫാർ ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാ ദിവസത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോ അള്ളാഹുവിന്റെ നിഅമത്തുകളെ അംഗീകരിക്കണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും വേണം. തീർച്ചയായും അള്ളാഹുവിന്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരടിമയെ അള്ളാഹു പുറത്തു നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഇഫ്കിൽ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ കള്ള ആരോപണം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകാതിരുന്ന സന്ദർഭത്തിൽ ആയിഷ ബിയോട് ചെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? ഫഇന്നൽ അബ്ദ ഇദാ അഅ്തറഫ ബിദംബിഹി സുമ്മ താബ അല്ലാഹു അലൈഹി, ഒരടിമ അള്ളാഹുവിനോട് അവന്റെ തെറ്റ് ഏറ്റു പറഞ്ഞ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് ഈ ദുആഇന്റെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ അവസാനത്തിൽ അവസാനിപ്പിക്കുന്നത് ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി, എന്റെ പാപം നീ പുറത്തു തരണമെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാണ് എനിക്ക് പാപം പുറത്തു തരാനുള്ളത്. ഇത് തൗഹീദിന്റെ മറ്റൊരാശയത്തെ അറിയിക്കുന്ന വാക്കാണ്. നിങ്ങൾക്കറിയോ ഈ ദുനിയാവിൽ ഷിർക്ക് ആരംഭിച്ചത് എങ്ങനെയാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞു കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും എല്ലാം സഹാബികളെ എല്ലാം അത്തറിൽ കാണാം. നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടാനുണ്ടായ കാരണം, ആദം നബി അലൈഹിസ്സലാമിന് ശേഷം 10 സമൂഹത്തോളം
ഷീഫ് നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, ഇദ്രീസ് നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ആ സമൂഹത്തിലൊന്നും അതിനുശേഷം വദ്, സുവാഹ്, യഗൂസ്, യഊഖ്, നസ്ർ എന്ന സ്വാലിഹ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും ശിർക്ക് വന്നിട്ടില്ല. എന്നാൽ ആ കൂട്ടത്തിൽ മദ്യപാനം സംഭവിച്ചിട്ടുണ്ട്, സംഗീതം ഉണ്ടായിട്ടുണ്ട്, വ്യഭിചാരം ഉണ്ടായിട്ടുണ്ട്, കൊലപാതകം ഉണ്ടായിട്ടുണ്ട്, പല തിന്മകളും പാപങ്ങളും അവർ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ശിർക്കിൽ അവരെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഒരു റസൂലിനെ അയച്ചിട്ടില്ല. പക്ഷേ ഈ പാപങ്ങളിൽ മുഴുകിയ അവരുടെ മനസ്സിൽ അല്ലാഹു തആലയെ കുറിച്ചുള്ള ചിന്ത മോശം വന്നു തുടങ്ങി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വന്നു തുടങ്ങി, അള്ളാഹുവിന്റെ പാപമോചനത്തിൽ നഷ്ടബോധം വന്നു തുടങ്ങി. ആ സമയത്താണ്, അതാണ് ശിർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കവാടമായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ശിർക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ്, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നത്. അത് വേറെ കാര്യം. അപ്പൊ ഇവിടെ നൂഹ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെടുമ്പോ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ അടുക്കൽ പിശാച് വന്നു പറഞ്ഞു, ആ മുമ്പായിട്ട് വദ്, സുവാഹ്, യഗൂസ്, യഊഖ്, നസ്ർ അവർ സ്വാലിഹ്യങ്ങളായിരുന്നു, അവരുടെ ചിത്രങ്ങൾ വെക്കണം, അവരുടെ ഖബറുകൾ അടയാളപ്പെടുത്തി വെക്കണം, നിങ്ങൾ വരും സമൂഹത്തിന് നിങ്ങളുടെ ഉസ്താദുമാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹിന്റെ വലിയകളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഖബർ അടയാളപ്പെടുത്തി വെച്ചു. പിറ്റത്തെ സമൂഹം വന്നപ്പോൾ ആ അടയാളപ്പെടുത്തിയ കല്ലും ഇതൊക്കെ നശിച്ചുപോയി തുടങ്ങിയിട്ടുണ്ട്, അവരൊരു രൂപം കൊത്തിയുണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ രൂപം വരയ്ക്കുകയും കൊത്തിയുണ്ടാക്കുകയും എല്ലാം ചെയ്തു. അപ്പോഴവർ ശിർക്കിൽ വീടില്ല. അവർക്കറിയായിരുന്നു ഇത് അവരെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. അടുത്ത സമൂഹം വന്നപ്പോ ശൈത്താൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ധാരാളം പാപം ചെയ്യുന്നവരാണ്, നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ദുആ ഒന്നും അള്ളാഹു ഉത്തരം ചെയ്യൂല, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരാൻ പോണില്ല. നിങ്ങൾക്കിനി പുറത്തു തരണമെങ്കിൽ ഇതാ നിങ്ങളുടെ ഉസ്താദുമാരായിട്ടുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടുള്ള വദ്, സുവാഹ്, യഊഖ്, നസ്ർ ഇവരുടെ ശുപാർശങ്ങൾക്ക് വേണം, ഇവരിടനിലക്കാരായി നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് അവരോട് പോയി പറയുന്നുള്ള പ്രശ്നം അവർ പറയട്ടെ അള്ളാഹുവിനോട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് ശിർക്ക് സംഭവിക്കുന്നത്. അവർ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ അവർക്ക് ലജ്ജ തോന്നി. ഞങ്ങൾ തെറ്റുകാരാണ്, പാപക്കാരാണ് എന്നുള്ള ലജ്ജ കാരണത്താൽ അവർ അള്ളാഹുവിലേക്ക് ഇടനിലക്കാരെ വെച്ചു. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഈ ജാറത്തിലും അള്ളാഹു അല്ലാതെ ഇലാഹുകളെ സ്ഥാപിച്ചിട്ടുള്ള ഇടയാളന്മാരായി ഔലിയാക്കളാണെന്ന് പറഞ്ഞു വിളിക്കുന്ന എല്ലാ കൂട്ടരുടെയും പ്രധാനപ്പെട്ട വാദം ഇതായിരിക്കും. ഒരു തരത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ അത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, ഓരൊക്കെ ബർക്കത്ത് കൊണ്ട്, ഓരൊക്കെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, അവരോടൊക്കെ പറഞ്ഞ അവരെ ഷഫാഅത്ത് കൊണ്ടൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഞങ്ങൾ കുറെ തെറ്റിയുന്നവരാണ്. സഹോദരങ്ങൾ, എല്ലാ കാലത്തും ശിർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കവാടം അള്ളാഹുവിന്റെ റഹ്മത്തിലും മഗ്ഫിറത്തിലുമുള്ള നിരാശയാണ്. ഇവിടെ പറയാണ്, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അള്ളാഹുവെ തീർച്ച പാപങ്ങൾ പുറത്തു തരാൻ നീയല്ലാതെ മറ്റൊരാളുമില്ല, നിനക്കല്ലാതെ ഒരാൾക്കും പാപങ്ങൾ പൊറുക്കാൻ സാധിക്കില്ല. എത്ര പാപം ചെയ്താലും ഈ ഒരു വാക്കിൽ നിൽക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ്, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. പക്ഷെ ബുദ്ധിമുട്ടാണ്. പാപം ചെയ്യുമ്പോ പാപങ്ങൾ ഒഴിവാക്കണം എന്ന് ഉലമാക്കൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? പാപം ചെയ്യാതിരിക്കാൻ പറ്റും എന്നല്ല മനുഷ്യനെ കൊണ്ട് പറയുന്നത്. നീ പാപത്തിൽ വീണുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ മുസിറാവും, നീ അതിൽ സ്ഥിരത നേടും, പിന്നെ അതൊരു ഇദ്മാനായി മാറും, അഡിക്ഷനായി മാറും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നീ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നിനക്ക് സാധിക്കില്ല, നിനക്ക് ലജ്ജ തോന്നും, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ നിനക്ക് നിരാശ തോന്നും. നീ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവനാണ്, സ്വന്തത്തിൽ ശൈത്താൻ ഇട്ടുതരും, നീ ഇത്രയൊക്കെ പാപം ചെയ്തവനാണ്, ഇത്ര മ്ലേച്ഛത ചെയ്തവനാണ്, ഇത്ര തെമ്മാടിത്തരം ചെയ്തവനാണ്, നിനക്കിനി അള്ളാഹ് എങ്ങനെ പുറത്തു തരിക? എന്ത് ഇതിലാ നീ അള്ളാഹുലേക്ക് മടങ്ങുക? ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി, അള്ളാഹുലേക്ക് നിനക്ക് മടങ്ങാൻ സാധിക്കില്ല, നിനക്ക് എന്തായാലും നരകം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മനുഷ്യനെ നിരാശനാക്കും. പക്ഷെ ഈ ദുആയിൽ നോക്കൂ, ഇതുപോലെ ധാരാളം ദുആകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ ഒരാളുമില്ല, നീയല്ലാതെ ഒരാളുമില്ല. അള്ളാഹുവിനോട് പറയാണ് പാപങ്ങൾ പുറത്തുതരാൻ ഒരാളില്ല. പണ്ഡിതന്മാർ ഇതുപോലെയുള്ള ആയത്തുകളും വാക്കുകളും കൊണ്ട് പറഞ്ഞൊരു വലിയ വാക്കുണ്ട്, തൗഹീദും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള ബന്ധം. തൗഹീദും ഇസ്തിഗ്ഫാറും തമ്മിൽ ശക്തമായൊരു ബന്ധമുണ്ട്. ഇപ്പൊ നോക്കൂ, ഖുർആനിൽ അല്ലാഹു തആല സൂറത്ത് മുഹമ്മദിൽ പറയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിക്കണം, അത് അറിയണം, തൗഹീദുള്ളവനാകണം. രണ്ടാമത് പറഞ്ഞ എന്താ? വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപത്തിന് നീ പൊറുക്കലിനെ തേടണം. ദുആകളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ദുആ ആണ് ദഅവത്ത് ദിന്നൂൻ,
ദുന്നൂനിന്റെ പ്രാർത്ഥന, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന, അതിലെന്താണ് വന്നിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. തൗഹീദ് പറഞ്ഞു, അതുപോലെ തന്നെ അതിൽ ഇസ്തിഗ്ഫാർ പറഞ്ഞു. സൂറത്ത് ഫുസ്സിലത്തിലെ 6-ാമത്തെ ആയത്ത് നോക്കൂ. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ. നിങ്ങൾ നേരെ ചൊവ്വേ നിലനിൽക്കുക, അഥവാ തൗഹീദ് ഉള്ളവരാവുക, ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുക. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെയും ഇസ്തിഗ്ഫാറിനെയും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞത് കാണാം. ഇവ തമ്മിലുള്ള ബന്ധം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ പറയുന്നുണ്ട്. ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസുദ്ഖിൻ വയഖീനിൻ തുദ്ഹിബു ശിർക കുല്ലഹു. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരാൾ സത്യസന്ധമായി ദൃഢമായി ഷഹാദത്ത് ചെയ്താൽ ഷിർക്കിന്റെ എല്ലാ അംശവും അവനിൽ നിന്ന് പോകും, അതില്ലാതാക്കും. ദിഖഹു വജില്ലഹു ഖതഅഹു വഅംദഹു അവ്വലഹു വആഖിറഹു സിർറഹു വഅലാനിയതുഹു. അതിൽ എത്ര നിസ്സാരമായതാണെങ്കിലും വലുതാണെങ്കിലും അബദ്ധമാണെങ്കിലും വേണമെന്ന് വെച്ച് ചെയ്തതാണെങ്കിലും ആദ്യവും അവസാനവും രഹസ്യവും പരസ്യവും എല്ലാം ഷിർക്കിന്റെ എല്ലാ അംശവും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ സിദ്ഖോടുകൂടിയും യഖീനോടുകൂടിയുമുള്ള ഷഹാദത്തോടുകൂടി ഇല്ലാതാവും, മാഞ്ഞു പോകും. വതഅതി അലാ ജമീഇ സിഫാതിഹി വഖഫായ വദഖായിഖിഹി. അത് കാരണം അതിന്റെ എല്ലാ രീതിയിലും ഇല്ലാതായിക്കൊണ്ട് എല്ലാ ഗോപ്യമായിട്ടുള്ള അവസ്ഥയും ഇല്ലാതായ അവസ്ഥയിലെത്തും ഷിർക്കിന്റെ. വലിസ്തിഗ്ഫാർ, ഇനി ഇസ്തിഗ്ഫാറോ യംഹു മാ ബഖിയ മിൻ അഥറാതിഹി. അതായത് ഒരാൾക്ക് തൗഹീദോട് കൂടി ഷിർക്കിന്റെ അംശങ്ങളൊക്കെ മായ്ഞ്ഞു കളഞ്ഞാൽ പിന്നെ അവന് ബാക്കിയായിട്ട് എന്താ ഉള്ളത്? ബാക്കി പാപങ്ങളാണുള്ളത്. ഇസ്തിഗ്ഫാർ ആ പാപത്തെ മായ്ച്ചു കളയും. വയംഹു ദംബ അല്ലദീ ഹുവ മിൻ ശുഅബി ശിർക്ക്. ഷിർക്കിന്റെ ശാഖയായിട്ടുണ്ടാകുന്ന പാപങ്ങളെ അതിനെ മായ്ച്ചു കളയും. ഷിർക്കിന്റെ ശാഖകളായിട്ട് സംഭവിക്കുന്ന പാപങ്ങളെ മായ്ച്ചു കളയും. ഫഇന്ന ദുനൂബ കുല്ലഹാ മിൻ ശുഅബി ശിർക്ക്. എല്ലാ പാപങ്ങളും ഷിർക്കിന്റെ ശാഖകളാണ്, ഷിർക്കിന്റെ ശാഖകളാണ്. കാരണം അള്ളാഹുവിനൊരു അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ വേറൊന്നിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹവയെ അനുസരിച്ചായിരിക്കും. അപ്പോ ഏതൊരു കാര്യവും ഏതൊരു പാപവും ഷിർക്കിന്റെ അംശമാണ്, അതിനെ മായ്ച്ചു കളയാൻ ഇസ്തിഗ്ഫാറേ പറ്റുകയുള്ളൂ. എന്നിട്ട് പറയാണ് ഫത്തൗഹീദു യുദ്ഹിബു അസ്ല ശിർക്ക്. തൗഹീദ് എന്നുള്ളത് ഷിർക്കിന്റെ അടിസ്ഥാനത്തെ മായ്ച്ചു കളയുന്നു. വലിസ്തിഗ്ഫാറു യംഹു ഫുറൂഅഹു. ഇസ്തിഗ്ഫാർ അതിന്റെ ശാഖകളെ മായ്ച്ചു കളയുന്നു. ഫഅബ്ലഗു ثനാഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ പുകഴ്ത്താനും വാഴ്ത്താനുമുള്ള ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅബ്ലഗു ദുആഇ ഖൗലു അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ആശയസമ്പൂർണമായിട്ടുള്ള ദുആ അത് ഇസ്തിഗ്ഫാറാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മേലെ ആരോപിക്കപ്പെടുന്ന എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരടിമയുടെ മേലെയുള്ള കുറവുകളും ന്യൂനതകളും മായ്ച്ചു കളയാണ്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഇങ്ങനെ മഹത്തായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതാണ് ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലെങ്കിൽ ഈ അള്ളാഹുവെ നീയല്ലാതെ ഒരാളും പാപം പൊറുക്കാനില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹത്തായിട്ടുള്ള വാക്കാണ്. അത് എന്ത് പാപം ചെയ്തു പോയാലും ഒരിക്കലും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിഷയത്തിൽ നിരാശപ്പെടരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. കാരണം അത്രയും അധികം അള്ളാഹു തആലയുടെ കാരുണ്യവും മഗ്ഫിറത്തും വിശാലമാണ്, അത്രയും അധികം. അതുകൊണ്ട് ഒരിക്കലും ആ കാര്യത്തിൽ നിരാശയുള്ള ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അതാണ് ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അപ്പോൾ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രാവിലെയും രാത്രിയിലും നമ്മൾ ചൊല്ലേണ്ട ആ ദുആ യഖീനോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ആ പകലിലോ അവൻ ആ രാത്രിയിലോ മരണപ്പെട്ടാൽ അവന് സ്വർഗം നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്തിഗ്ഫാറിന്റെ ദുആകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ള ഈ ദുആ അറിയാത്തവർ പഠിക്കണം. നമ്മൾ ധാരാളമായി നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ സുജൂദുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ, അതുപോലെ നമ്മുടെ അവസാനത്തെ തശഹൂദിന് ശേഷം ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ ദുആ, ഈ ഇസ്തിഗ്ഫാറിന്റെ വാക്കുകൾ നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ 8 കാര്യങ്ങളാണ് ഈ ദുആവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായി നമ്മൾ പറഞ്ഞത്. അതൊന്നുകൂടി എണ്ണി പറയുകയാണ്. ഒന്നാമത്തേത് അൽ ഇഖ്റാറു ലില്ലാഹി വഹ്ദ ബിൽ ഇലാഹിയ വൽ ഉബൂദിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക, അത് ഉലൂഹിയത്തിലും ഉബൂദിയത്തിലും.
അഥവാ അള്ളാഹുവിന് മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്നുള്ളത്. രണ്ടാമത്തേത് അൽ-ഇഅ്തിറാഫു ബിഅന്നഹു അൽ-ഖാലിഖ്, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നു. മൂന്നാമത്തേത് അൽ-ഇഖ്റാറു ബിൽ അഹ്ദി അല്ലദീ അഖദഹു അല്ലാഹു അലാ ഇബാദിഹി, അള്ളാഹു അടിമകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കരാറിനെ അംഗീകരിച്ചു കൊടുക്കുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നാലാമത്തേത് അർ-റജാഉ ബിമാ വഅദഹും ബിഹി, അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളിലുള്ള പ്രതീക്ഷ, അഥവാ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിലുള്ള പ്രതീക്ഷ. അഞ്ചാമത്തേത് അൽ-ഇസ്തിആദതു മിൻ ശർരി മാ ജനാ അലാ നഫ്സിഹി, അവന്റെ സ്വന്തത്തിൽ നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഷർറുകളിൽ നിന്നുള്ള രക്ഷ തേടുന്നു. ആറാമത്തേത് ഇളാഫത്തു നിഅം ഇലാ മുവജ്ജിദിഹാ വമുസ്ദിഹാ വമുസ്ദിഹാ വഹുവ അല്ലാഹു വഹ്ദ, ആരാണോ ആ നിഅമത്തുകൾ നൽകിയത് അവനിലേക്ക് ആ നിഅമത്തുകളെ ചേർത്തി പറയുന്നു. ഏഴാമത്തേത് ഇളാഫത്തു ദംബി വവുഖൂഇൽ ഖത്ഇ ഇലാ നഫ്സിഹി, ഒരടിമ അവൻ പാപങ്ങളും അവന്റെ അബദ്ധങ്ങളും അവന്റെ സ്വന്തത്തിലേക്ക് ചേർത്തി പറയുന്നു. എട്ടാമത്തേത് റഗ്ബത്തുൽ അബ്ദി ബിൽ മഗ്ഫിറ വഇഅ്തിറാഫുഹു ബിഅന്നഹു ലാ യഖ്ദിറു അഹദുൻ അലാ ദാലിക ഇല്ലാ ഹുവ സുബ്ഹാന, ഒരടിമയ്ക്ക് മഗ്ഫിറത്തിലുള്ള പ്രതീക്ഷയും അല്ലാഹുവിനല്ലാതെ അത് പുറത്തു നൽകാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായ അംഗീകരിക്കലും അത് ഈ ദുആയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഈ 8 കാര്യങ്ങളാണ് ഈ ദുആഇന്റെ ആശയത്തിലുള്ളത്. അതുകൊണ്ട് ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കുക, അതിന്റെ ആശയം മനസ്സിലാക്കുക, യഖീനോടുകൂടി ദുആ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.